പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്താണ് ശ്രീനിവാസ് എഴുതി നോക്കുകയാണ്. നേരത്തെ അദ്ദേഹം 8:00 എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. നടൻ സിദ്ദീഖ് അല്പസം മുമ്പാണ് എത്തി. ഇന്നലെ രാത്രി സിദ്ദീഖിനെ കണ്ടിരുന്നില്ല. അവിടെ നമ്മൾ കാണാത്താണെന്ന് അറിഞ്ഞു ടൗൺ ഹാളിൽ കണ്ടിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങോട്ടേക്ക് എത്തുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്പസം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എല്ലാവരും ഈ പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പുന്മുട്ടയിടുന്ന താറാവിൽ ശ്രീനിവാസന്റെ തട്ടാൻ ഭാസ്കരൻ പറയുന്നുണ്ട്. എന്താണ് ഒന്നും മറക്കില്ലെന്ന് പറയുമ്പോൾ മറന്നേ പറ്റൂ, ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രീനിവാസൻ ചെയ്തു വെച്ചത് അത് ഓർമ്മിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തല്ലെങ്കിൽ കൂടിയും ചെയ്തു വെച്ചതൊന്നും മറക്കാനേ കഴിയില്ല. ശ്രീനിവാസൻ അങ്ങനെ മറവിയുടെ ആഴങ്ങളിലേക്ക് പോവുകയില്ല എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കുകയാണ് മലയാളി. ഈ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, തിരക്കഥകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ കേട്ട് ചിരിക്കുന്നു. ചിരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നാഥൻ അതുപോലെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ശൈലി ഇനി ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന മണിക്കൂറുകളാണ്. 9:30 ആകുന്ന സമയം, 10 മണി ആണ് സംസ്കാര സമയം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്രയധികം ആളുകൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് 10 മണി എന്ന് പറയുന്ന സമയക്ലിപ്ത പാലിക്കാൻ കഴിയുക എന്നറിയില്ല. ഇപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശ്രീനിവാസൻ്റെ മൃതദേഹമുള്ളത്. ചിലപ്പോൾ പുറത്തേക്ക് എടുക്കും എന്ന് പറയുന്നുണ്ട്. കാര്യം ഇത്രയധികം ആളുകൾ വരുമ്പോൾ വീടിനകത്തേക്കൊക്കെ കയറി കണ്ട് മടങ്ങുക എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രസ്താവം. അതുകൊണ്ട് ഒരുപക്ഷെ വീടിന് പുറത്തേക്ക് ചിലപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ചെറിയ പൊതുദർശനം പോലെ, ടൗൺ ഹാളിൻ്റെ അത്രയും ഇല്ലെങ്കിൽ കൂടിയും ഒരു ചെറിയ പൊതുദർശനം പോലെ കണ്ടനാട്ടി വീട്ടുവളപ്പിലും സംഭവിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ചിത വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ ആ ദൃശ്യങ്ങളും നേരത്തെ കണ്ടു. നാട്ടുകാർ മാത്രമല്ല, കണ്ടനാട് അദ്ദേഹത്തിന് രണ്ടാമത്തെ വീട്, രണ്ടാമത്തെ നാട് എന്നൊക്കെ, വളർത്തു ദേശം എന്നൊക്കെ പറയാമെങ്കിലും ഇത് കണ്ടനാട്ടെ ആളുകൾ മാത്രമല്ല, പാട്യത്ത് നേരത്തെ വിജയകുമാറിനോട് സംസാരിച്ച പാട്യത്ത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരാളെ നമ്മൾ കണ്ടു. അങ്ങനെ കണ്ണൂരിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ ടൗൺ ഹാളിലെത്തി അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത ധാരാളം സാധാരണക്കാർ. കാര്യം സാധാരണക്കാരൻ്റെ വ്യഥകൾ, സാധാരണക്കാരൻ്റെ പ്രതിസന്ധികൾ, അവൻ നേരിട്ട പ്രശ്നങ്ങളൊക്കെ യാതൊരു വളച്ചുകെട്ടലും ഇല്ലാതെ നേർക്കുന്നത് ഹാസ്യത്തിൻ്റെ മെമ്പൊടിയോട് ആണെങ്കിൽ തന്നെയും സാധാരണക്കാരൻ, ഈ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ജീവിത പ്രതിസന്ധി അനുഭവിച്ച, ജീവിത പ്രശ്നങ്ങളിൽ വല്ലാതെ നീർനിന്ന എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ നമ്മുടെ സ്വാനുഭവത്തിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങളിലോ പരിചയത്തിലുള്ള മനുഷ്യന്മാർ തന്നെയായിരുന്നു. പക്ഷേ അവരെയൊക്കെ അഭ്രവാളികളിൽ കണ്ടത് ശ്രീനിവാസൻ സിനിമകൾ കൂടി മാത്രമാണ്. മാത്രമല്ല, ഒരു സിനിമയിൽ കണ്ട ഒരു മനുഷ്യനെ അടുത്ത സിനിമയിൽ നമ്മൾ കണ്ടതുമില്ല. ഓരോന്നും ഓരോരോ സിനിമകളായിരുന്നു. അതുകൊണ്ട് അത്രയും. അത് മാത്രമല്ല ഹാഷ്മി, നമ്മൾ ഓരോ ചിത്രത്തിലും ഓരോ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, ഓരോ കഥാപാത്രങ്ങളെ കാണുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മലയാളിക്ക് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഇത് ഞാനാണല്ലോ ഈ സന്ദർഭത്തിലൂടെ കടന്നുപോയത്, ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ, ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വികാരമാണല്ലോ, ഇതിന് ഇത്രത്തോളം ലളിതമായി ഇതിനൊരു സൊല്യൂഷൻ, പരിഹാരം കാണാൻ പറ്റുമായിരുന്നോ എന്ന് നമ്മൾ അത്ഭുതം കൂറിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, ഒപ്പം നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്ന മുഹൂർത്തങ്ങൾ, അതൊക്കെ തന്നെയായിരുന്നു നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യർ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മനുഷ്യൻ. ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിലേക്ക് വച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.